السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. പൈതൃകം മീഡിയയുടെ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയുടെ 39ാം ദിനമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും പൊരുത്തപ്പെട്ട അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത സഭയാണ്. ജനങ്ങൾക്ക് മതപരമായ മാർഗദർശനങ്ങൾ നൽകുന്ന ഒരു പ്രസ്ഥാനം. പക്ഷേ ആ പ്രസ്ഥാനം ഇവിടെ ദുനിയാവിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ഇഹപര ഗുണത്തിന് വേണ്ടിയാണ് അത് ശബ്ദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ വിഷയങ്ങൾ ഇവിടെ ദുനിയാവിൽ നടക്കണമെങ്കിൽ ഇവിടെയും കുറേ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആ ഇങ്ങനെയാണ്: റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. 3 വിഷയങ്ങളാണ്, 3 കണ്ടന്റുകളാണ് ഈ ദുആയിലുള്ളത്. റബ്ബന, ഞങ്ങളെ റബ്ബെ, ആത്തിന, നീ ഞങ്ങൾക്ക് നൽകണം, ഫിദ്ദുന്യ, ഇവിടെ ദുന്യാവിൽ, ഹസനത്തിന്, ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംഗതികളും നൽകണം, വഫിൽ ആഖിറത്തി, ആഖിറത്തിലെത്തുമ്പോൾ അവിടെയും നൽകണം, ഹസന, അവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ നന്മകളും സംവിധാനങ്ങളും സൗകര്യങ്ങളും, വഖീന, ഞങ്ങളെ നീ രക്ഷിക്കുകയും വേണം, അദാബന്നാർ, നരകത്തിൻ്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും വേണം. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം ഇവിടെ ആവശ്യമായ എല്ലാ വിഷയങ്ങളും നമുക്ക് വേണം, ദുആ ചെയ്യണം, പ്രവർത്തിക്കണം. ചില ആളുകൾ കഥയറിയാതെ പറയാറുണ്ട്, എന്തിനാണ് ആലിമീങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അവർക്ക് മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ കാര്യം അല്ലേ പള്ളി നിർമ്മിക്കൽ, ആ പള്ളി സംരക്ഷിക്കൽ, മദ്രസ ഉണ്ടാക്കൽ, മദ്രസ നിലനിർത്തൽ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടിയെങ്കിലല്ലേ ദീനിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഭക്ഷണം കിട്ടണമെങ്കിൽ ഇവിടെ വ്യാപാര വ്യവസായ മേഖലകളിലും കാർഷിക മേഖലകളിലൊക്കെ ഇടപെടണ്ടേ. അതുപോലെ തന്നെ ദീനീ ദഅവക്ക് വേണ്ടി നടക്കുമ്പോൾ റോഡ് ക്ലിയർ ആവണ്ടേ. അപ്പോൾ റോഡിലെ കുണ്ടും കുയ്യും തീർക്കാൻ വേണ്ടി ആവശ്യപ്പെടണ്ടേ. എന്നാൽ ബുദ്ധി തീരെ ഇല്ലാത്ത ചില മനുഷ്യന്മാർ ഉത്തരം മുട്ടുമ്പോൾ അല്ലെങ്കിൽ അവഗണനയുടെ ഭാഗമായി ചോദിക്കും, മൂര്യന്മാർ മതത്തിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ആ വിവരക്കമ്മികളുടെ അത്തരം ജൽപ്പനങ്ങൾക്കുള്ള മറുപടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന. ഭരണഘടനയെ തന്നെ പറയുന്നുണ്ടല്ലോ, ദീനീ ശരീഅത്തിന് എതിരല്ലാത്ത ഭൗതിക വിഷയങ്ങളിലൊക്കെ ഇടപെടും. സ്ഥാപനമായാലും അതല്ലാത്ത കാര്യങ്ങളായാലും ഇടപെടേണ്ടത് ഇടപെടുമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ആദ്യകാല ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കേണ്ടി വന്നത് തന്നെ വഹാബികളുണ്ടായത് കൊണ്ടാണ്. മൗദൂദികൾ അടക്കമുള്ള പുബത്തദീങ്ങൾ, അങ്ങനെ പല പുത്തൻ പ്രസ്ഥാനങ്ങളും വന്നപ്പോഴാണ് സമസ്തയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടി വന്നത്. ആ വിഭാഗം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പ്രവർത്തനത്തിൻ്റെ മുന്നിൽ പതറിപ്പോയി. അപ്പോൾ അവരെന്താ ചെയ്തത്? രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരവരുടെ അജണ്ട നടപ്പാക്കി. ആലിമീങ്ങളാണെങ്കിൽ ഭൗതിക വിഷയങ്ങളൊക്കെ ആവശ്യപ്പെടും, ആ വിഷയത്തിലൊക്കെ ഇടപെടുമെങ്കിലും അധികാരത്തിൽ നിന്ന് അവർ അകലം പാലിച്ചു. ആ ആത്മീയ കാര്യം
നിലനിർത്തുമ്പോൾ അതിനാവശ്യമായ ഭൗതിക വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ആളുകൾ ആവശ്യപ്പെടും. പക്ഷെ അവർ പരിഗണിക്കാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? ഈ മുബത്തദീങ്ങൾ അതിനെ അത്തരക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരോടൊപ്പം അള്ളിപ്പിടിച്ചതുകൊണ്ട് അവർക്ക് ഇവരെ തട്ടി ഒഴിവാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു സമസ്തയുടെ ഒരു മിനിറ്റ്സ് ഞാൻ വായിക്കാം. 24/12/60 എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നത് തന്നെ 63-ലാണ്. എന്നാൽ മദ്രസയിലെയും സ്കൂളിലെയും ഡേറ്റ് വ്യത്യാസം കാണാം. അത് പൊതുവേ എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊന്നും ഇതൊന്നും എഴുതി വെക്കൂലല്ലോ. അപ്പം സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ 5 വയസ്സാണ്. അപ്പം അവരെന്താക്കും, മെയ് മാസത്തിന് കണക്കാക്കും ഒരു 5 വർഷം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ എൻ്റെ പ്രായക്കാരായ ഏകദേശം മഹാഭൂരിപക്ഷം ജനങ്ങളും ജനിച്ചത് മെയ് മാസത്തിലേക്കാണ്. അതിനനുസരിച്ച് കൊല്ലം തിരഞ്ഞെടുക്കും. അപ്പോൾ മദ്രസയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഉസ്താദ് മൂപ്പർക്ക് ഒരു കൊല്ലം മൂപ്പരുണ്ടാക്കി. അതുപോലെ സ്കൂൾ ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ മൂപ്പർക്ക് പറ്റിയൊരു കൊല്ലം ഉണ്ടാക്കി. അതുകൊണ്ടാണ് എൻ്റെ മദ്രസയിലെ റെക്കോർഡ് 63, അതുപോലെ സ്കൂൾ റെക്കോർഡ് 61-മാണ്. ഏതായാലും എൻ്റെയൊക്കെ ജനിച്ചെങ്കിൽ തന്നെ ഒരു മുമയ്യിദാകാത്ത അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങാത്തൊരു കാലം, അത്രയും പഴക്കമുണ്ട്. ഇന്നിപ്പോൾ 2025 ഈ തീരുമാനം എന്നാണ്? 24/12/60 മുഷാവറയുടെ യോഗം ചേരുന്നത് എവിടെയാണ്? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ കോഴിക്കോട് പാണ്ഡികശാല മുകളിൽ വെച്ച്, അദ്ദേഹത്തിൻ്റെ വ്യാപാര കേന്ദ്രത്തിൻ്റെ മുകളിൽ വെച്ച് കോഴിക്കോട് മുഷാവറയിൽ പല യോഗം. കാരണം കോഴിക്കോട് നമുക്ക് സൗകര്യപ്പെട്ട ഓഫീസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ബാഫക്കി തങ്ങളുടെ പാണ്ഡികശാലയുടെ മുകളിൽ കയറിയ വിശാലമായ സൗകര്യമുണ്ട്. അവിടെ നിന്നാണ് പല യോഗങ്ങളും ചേരുന്നത്. പിന്നെ നമ്മുടെ അഹമ്മദ് ഹാജി കോഴിക്കോടിൽ ഹോട്ടൽ തുടങ്ങിയ ശേഷം അവിടെ കുറേ മീറ്റിംഗ് ചേർന്നു. പിന്നെ പൊതുസമ്മേളനങ്ങളൊക്കെ നടക്കുന്ന ആ സ്ഥലത്ത് വെച്ചൊക്കെയാണ്. പിന്നെ ജാമിയ നൂരിയ ഉണ്ടായ ശേഷം പട്ടിക്കാട് വെച്ചിട്ട് മുഷാവറ ചേർന്നതായി കാണാം. മിക്ക മുഷാവറയും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് പ്രസിഡന്റായ കാലഘട്ടത്തിൽ കൂടുതൽ മുഷാവറയും അദ്ദേഹത്തിൻ്റെ വീട്ടിലും പരിസരത്തുമാണ് ചേർന്നത്. അപ്പം ഈ യോഗം 24/12/60 1960 ഡിസംബർ മാസം 24-ാം തീയതി ശനിയാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങളുടെ പാണ്ഡികശാല മുകളിൽ വെച്ച് അയനിക്കോട് ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിലാണ് യോഗം. ഡേറ്റ് 1960 ഡിസംബർ മാസം 24-ാം തീയതി ബാഫക്കി തങ്ങളുടെ പാണ്ഡികശാല മുകളിൽ വെച്ച് അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറയുടെ തീരുമാനം. മൂന്നാമത്തെ തീരുമാനം ഇങ്ങനെയാണ്: കേരള ഗവൺമെൻറ് രൂപീകരിച്ച കേരള സ്റ്റേറ്റ് മുസ്ലിം വഖഫ് ബോർഡിൽ സുന്നത്തി ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു പണ്ഡിതനെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ ഇടയ്ക്കാണ് വഖഫ് ബോർഡ് രൂപീകൃതമായത്. വഖഫ് ബോർഡ് എന്താണ്? ഇവിടെ മുസ്ലിങ്ങൾ വഖഫ് ചെയ്ത സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിയമവിധമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കുന്നത്, ദേവസ്വം ബോർഡ് ഉള്ളതുപോലെ തന്നെ. എന്നാൽ ഇതിൽ സുന്നികളിൽ നിന്ന് ഒരു മെമ്പറെ ആക്കിയില്ല. അതൊക്കെ വഹാബികളെ ആക്കും. അങ്ങനെ പോന്നു. അതുകൊണ്ടുണ്ടായ അപകടം എന്താണ്? കോഴിക്കോട് മൊഹീദ്ദീൻ പള്ളി, പട്ടാളപ്പള്ളി, ഷാദിരിപ്പള്ളി, അങ്ങനെ എത്രയോ പള്ളി, 1, 2, 3 അതിലൊന്നും ഒതുങ്ങൂല. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ നിരവധി പള്ളികൾ. അതുപോലെ നമ്മുടെ ശംസുൽ ഉലമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുതൽ കണ്ണിയത്തുൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ ദർസ് നടത്തിയിരുന്ന ദാറുൽ ഉലൂം വായക്കാട്, അങ്ങനെ എത്ര സ്ഥാപക ജംഗമ വസ്തുക്കളാണ് സുന്നത്തി ജമാഅത്തിന് നഷ്ടപ്പെട്ട്. സംരക്ഷിക്കാൻ ആരുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ അത് പറയും, ജനങ്ങൾ സ്ഥലം വഖഫ് ചെയ്യും, അത് രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത സ്വത്തുകളൊക്കെ ഈ
പുത്തൻ പ്രസ്ഥാനക്കാരെന്ത് ചെയ്യും, ഓരോ നിലക്ക് അത് തട്ടിയെടുക്കും. അപ്പം അതൊക്കെ തടയിടാൻ വേണ്ടിയിട്ടാണ് വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത്. അപ്പം ആ വഖഫ് ബോർഡിൽ എല്ലാവരും വഹാബികളായാൽ അല്ലെങ്കിൽ മതം അറിയാത്ത ആൾക്കാരായാൽ എന്തു ചെയ്യും? എന്താ നമ്മൾ ചെയ്യാം? ഇന്നിപ്പോൾ ദുന്യാവിൻ്റെ രാഷ്ട്രീയക്കാർക്ക് മഹാഭൂരിപക്ഷം ആളുകൾക്കും മതം അറിയില്ല, പേര് കൊണ്ട് മാത്രം മുസ്ലിമായ ആളുകളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ പേരല്ലാതെ ഒന്നും ബാക്കിയാവൂല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നുണ്ട്, ആ കാലഘട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ കാര്യം പറയുന്ന ആളുകൾക്ക് വലിയൊരു വിഭാഗത്തിന് വിവരം ഉണ്ടാവില്ല. എന്നാൽ വിവരം ഇല്ല എന്ന വിവരം അവർക്കില്ല. അവരവരെ വാപ്പന്മാരൊക്കെ വിവരമുള്ളവരായിരുന്നു. ഞങ്ങൾക്കും എന്താ വിവരം വേണ്ട, അതിൻ്റെ പിൻഗാമികളായ ഞങ്ങൾക്കും വിവരം വേണ്ടേന്നല്ല, അധികാരം വേണ്ടേ. ഏതായാലും നിരവധി സ്ഥാപനങ്ങൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടു. അതിനി വീണ്ടെടുക്കണമെങ്കിൽ വഖഫ് ബോർഡിൽ ഒരു മെമ്പറെങ്കിലും ആയാൽ അതിന് മീറ്റിംഗ് ചേരുമ്പോൾ ഒരാവശ്യം ഉന്നയിക്കാലോ. അതിന് സുന്നികൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾ മാത്രമല്ല, സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെയും വഖഫ് ബോർഡിൽ നിയമിച്ചില്ല. ആ തീരുമാനം ഒന്നും കൂടി കേൾക്കും. AP ഉസ്താദ് 972 ശേഷമാണ് മുഷാവറയിൽ വരുന്നത്. നമ്മൾ പിന്നെ പറയാൻ പോകുന്നുണ്ട്. മഹാനവറുകൾ അന്ന് മുഷാവറയിൽ ഇല്ല. ആ കാലഘട്ടത്തിൽ അഥവാ 1960 ഡിസംബർ മാസം 24-ാം തീയതി ബാഫക്കി തങ്ങളുടെ പാണ്ഡികശാല മുകളിൽ വെച്ച് അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മുഷാവറ പാസാക്കിയ നിരവധി പ്രമേയങ്ങളിൽ മൂന്നാമത്തെ പ്രമേയം കേരള ഗവൺമെൻറ് രൂപീകരിച്ച കേരള സ്റ്റേറ്റ് മുസ്ലിം വഖഫ് ബോർഡിൽ സുന്നത്തി ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു പണ്ഡിതനെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ആവശ്യം 60-ലുള്ള ഈ ആവശ്യം 980-ൽ EK നായനാർ മുഖ്യമന്ത്രിയാകുന്നത് വരെയും ഒരു ഗവൺമെൻറ്റും പരിഗണിച്ചില്ല. ആരെല്ലാം ഭരിച്ചു? കരുണാകരൻ ഭരിച്ചു, അച്യുതാനന്ദൻ ഭരിച്ചു. അച്യുതൻ മേനോൻ. അച്യുതാനന്ദൻ ലാസ്റ്റാ ഭരിച്ചത്. കരുണാകരൻ ഭരിച്ചു, അച്യുത മേനോൻ ഭരിച്ചു, PK വാസുദേവൻ നായർ ഭരിച്ചു, CH മുഹമ്മദ് കോയ സാഹിബ് 40 ദിവസം ഭരിച്ചു. അങ്ങനെ ഇവരെല്ലാം മാറി മാറി ഭരണം നടത്തിയിട്ടും സുന്നികളുടെ ഈ വിഷയം പരിഗണിച്ചതേയില്ല. വഖഫ് ബോർഡിൽ അതല്ലാത്ത വർഗത്തിനെ സൃഷ്ടിക്കുകയും ചേർക്കുകയും അവർ വഴി നമ്മുടെ സ്ഥാപനങ്ങൾ വ്യാപകമായി അന്യാധീനപ്പെടുകയും ചെയ്തു. ഈ ആവശ്യം നമ്മൾ ശക്തിപ്പെടുത്തി. AP ഉസ്താദ് മുഷാവറ മെമ്പറായി വന്ന ശേഷം ഇതിനൊക്കെ ഒരു അടുക്കും ചുറ്റും വന്നല്ലോ. അതായത് അതുവരെയും പ്രമേയം പാസ്സാക്കുക എന്നല്ലാതെ മന്ത്രിമാരെ നേരിട്ട് കാണുകയോ കളക്ട്രേറ്റിൽ പോവുകയോ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അങ്ങനെ ഒരു സംഗതിയും SPയോ DSPയോ IGയോ മേലെയുള്ളവരും താഴെയുള്ളവരുമായ ഓഫീസേഴ്സിനെ കാണുകയോ അങ്ങനെയൊന്നും സമസ്തക്കുണ്ടായിരുന്നില്ല. അവർ പറയാനുള്ളത് പറയും, പക്ഷെ ആരും പരിഗണിക്കൂല. എന്നാലോ ഇവർ സ്വന്തം അധ്വാനത്തിലൂടെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മിനിയാന്ന് പറഞ്ഞല്ലോ, പട്ടിക്കാട് ജാമിയ നൂരിയ, അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ദക്ഷിണക്കാർ ആ ഭാഗത്ത് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വണ്ടൂർ ഭാഗത്തും അതിനെ തുടർന്നുകൊണ്ട് കീഴ ഉസ്താദിൻ്റെ നാട് അങ്ങ് കടമേരിയൊന്നുമില്ല, അങ്ങനത്തെ പിന്നെ നാദാപുരം മേഖലയിൽ കുറച്ചും സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമക്കും ചെറിയ ചെറിയ സംരംഭങ്ങളുണ്ടായി. ബാക്കിയെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും പാതിരാ പ്രഭാഷണം നടത്തിയിട്ടും വ്യക്തിഗത സമീപനത്തിലൂടെയും കഠിനാധ്വാനം ചെയ്താണ് ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിൽ പല സ്ഥാപനങ്ങളും പിന്നീട് രാഷ്ട്രീയക്കാർ തട്ടിക്കൊണ്ടുപോയി. അത് ബർക്കത്തിന് വേണ്ടി ഒരു സമസ്ത ഉണ്ടാക്കും, ഒരു കമ്മിറ്റി ഉണ്ടാക്കും, അത് നടത്തിപ്പിന് വേണ്ടി സമസ്ത ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റിയിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ തബറുക്കിന് വേണ്ടി ചില തങ്ങന്മാരെ നിയമിക്കും. ആ തങ്ങന്മാരെ ചില ആൾക്കാർ സ്വാധീനിക്കും. അങ്ങനെ ബർക്കത്തും സ്ഥാപനങ്ങളുമായി അവർ പോകുന്ന ഒരു കാഴ്ച കേരളത്തിലുണ്ടായി. അപ്പം വഖഫ് ബോർഡ് ഇവരുടെ കയ്യിലായതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ മറ്റ് സുന്നി ഘടകങ്ങൾക്കോ സംഘടനകൾക്കോ അതിൽ പ്രവേശനമില്ലാത്തത് കൊണ്ട് ഈ ഒത്തുകളിയൊന്നും ആരും അറിയുകയില്ല. AP ഉസ്താദ് സമസ്തയിൽ വന്നതോടുകൂടെ
SYSന്റെ സംസ്ഥാന സെക്രട്ടറിയും കൂടി ആയതോടുകൂടെ മർക്കസു സഖാഫത്ത് സുന്നിയ പോലുള്ള വൈജ്ഞാനിക വിപ്ലവത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും അങ്ങനെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ആദർശങ്ങൾ പറയാനും ആവശ്യമായ മേഖലകളിലൊക്കെ ഇടപെടാനും അദ്ദേഹം തയ്യാറായി. നോക്കുമ്പോൾ അതുവരെയുള്ള സമ്മേളനങ്ങൾ വരെ നോക്കിയാൽ അധ്യക്ഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ്, ഉദ്ഘാടകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രി, മുഖ്യപ്രസംഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ MP, അനുബന്ധ പ്രഭാഷണങ്ങളും അതേ പാർട്ടിയുടെ ആളുകൾ, ഉസ്താദന്മാർക്ക് സ്വാഗതം, നന്ദി. സ്വാഗതം നമുക്കറിയാലോ, സ്വാഗതം പറയുമ്പോഴേക്കാണ് സാധാരണഗതിയിൽ ആളുകൾ എത്തിപ്പെടില്ല. നന്ദി വരെ ആളുകൾക്ക് കാത്തു നിൽക്കാൻ ക്ഷമയുണ്ടാവില്ല. അതുകൊണ്ട് മതപണ്ഡിതന്മാരുടെ പ്രഖ്യാപനങ്ങൾ ആരും കേൾക്കരുത് എന്ന ഒരു നിലപാട് ഇവിടെ ഉണ്ടായിരുന്നു. ആ നിലപാട് പൊളിച്ച് കയ്യിൽ കൊടുത്തത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ്. അദ്ദേഹം വന്ന ശേഷം ആദ്യമായി കോഴിക്കോട് SYSന്റെ സമ്മേളനം വന്നു. ആ സമ്മേളനത്തിന് അധ്യക്ഷൻ കണ്ണിയത്ത്, ഉദ്ഘാടകൻ EK, അങ്ങനെ വന്നു. അതിൽ തന്നെ അതിൽ കാര്യങ്ങളൊക്കെ പറയുന്ന സ്വാഗത പ്രസംഗമോ ആമുഖ പ്രസംഗമോ AP ഉസ്താദ്. ഈ 3 പ്രഭാഷണത്തോടു കൂടിയും ദ്വായോടുകൂടി എന്തായി, എന്തിനാണ് ഈ സമ്മേളനമെന്ന് എല്ലാവർക്കും വന്നു, എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ രാഷ്ട്രീയക്കാരെ അവഗണിച്ചില്ല, എല്ലാവരും പരിഗണിച്ചു. ആശംസക്കും അതുപോലെ അതിന് സംബന്ധിക്കാനൊക്കെ എല്ലാ പാർട്ടിക്കാരെയും സുന്നി വിചാരമുള്ളവർ ക്ഷണിച്ചു. അങ്ങനെ വന്നു എത്രയെത്രയോ സമ്മേളനങ്ങൾ, സമസ്ത 60ാം വാർഷികം വരെയുള്ള സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ SYSന്റെ സമ്മേളനം, SSFന്റെ സമ്മേളനം രാഷ്ട്രീയക്കാരൊക്കെ ശ്രോതാക്കളാക്കിയിരുത്തുകയും എന്നാൽ അവരുടെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് ചില ആശംസകളും ചില അവാർഡ് കൊടുക്കലുകളൊക്കെ അവർക്ക് കൊടുത്തു. എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് എന്ന് നമ്മൾ തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ഇതൊരു വലിയ ശക്തിയാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് 1980 അതുവരെ നമ്മൾ 960 ഡിസംബർ മാസം 24-ാം തീയതി അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അധ്യക്ഷത ചേർന്ന മുശാവറ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് ആ ആവശ്യവുമായി എല്ലാ മുഖ്യമന്ത്രിമാരുള്ള കാലത്തും നമ്മൾ അവരോട് പ്രമേയം വഴി മറ്റും ആവശ്യപ്പെട്ടിട്ട് ആരും അത് പരിഗണിക്കാതിരുന്നപ്പോൾ 1980 EK നായനാർ മുഖ്യമന്ത്രിയായി. ആ ഗവൺമെൻറ് 1 വർഷം മാത്രമേ നിന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായി 1980 മുഖ്യമന്ത്രിയായപ്പോൾ സെയ്ദ് ഉമർ ബാഫക്കി തങ്ങളെ വഖഫ് ബോർഡ് ചെയർമാനാക്കി. അദ്ദേഹം അഖിലേന്ത്യ എന്ന വിമത ലീഗിൻ്റെ നേതാവായിരുന്നു. ആ വിമത ലീഗിൻ്റെ പ്രതിനിധിയായി PM അബൂബക്കർ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ഹജ്ജ് വഖഫിൻ്റെയും ചുമതലയുള്ള മന്ത്രിയായി നായനാര ഗവൺമെൻറ്റിൽ. ആ മറ്റ് മന്ത്രിസഭകളൊക്കെ വന്നാൽ അതിലൊക്കെ ഈ വകുപ്പ് ഹജ്ജ്, അതുപോലെ വഖഫ്, പൊതുമരാമത്ത്, ഈ വകുപ്പൊക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം കൊടുക്കും. ആ കക്ഷിയുടെ കൂട്ടാളി ആയി കൊണ്ടു നടക്കുന്ന വഹാബികൾക്ക് എല്ലാ സ്ഥാനങ്ങളും കൊടുക്കും. എന്നാൽ അവരെ പിന്തുണക്കുന്ന കുറേ മുസ്ലിങ്ങളുമാരുണ്ട്, ഇവിടെ സുന്നികളുണ്ട്. അവർക്ക് ആ സുന്നികൾക്ക് അതിനൊന്നും ആവശ്യമില്ല, അന്നും ആവശ്യമില്ല, ഇന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തി EK നായനാർ 1980 മുഖ്യമന്ത്രിയായപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ. അന്ന് മറ്റേ പ്രത്യേക കക്ഷി സയ്യിദ് ഉമർ എന്ന് പറയില്ല, സെയ്ദ് ഉമർ എന്നാണ് പറയുക. സെയ്ദ് ഉമർ ദേഷ്യം കൊണ്ട് അക്കാലഘട്ടത്തിലാണല്ലോ EMSൻ്റെ പാർട്ടി ജനസംഘുമായി കൂട്ടുകൂടി എന്നൊക്കെ ഒരു പ്രചരണം നടത്തിയിട്ട് ചന്ദ്രിക പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ഒരു പന്നിയെ ഇങ്ങനെ ചിത്രം വരച്ച് കിടത്തിയിട്ട് EMS നമ്പൂതിരിപ്പാട് ആ പന്നിയുടെ ഒരു മാംസക്കഷ്ണം എടുത്തിട്ട് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെ വായിൽ വെച്ചു കൊടുത്തിട്ട് തിന്നോളൂ, വിശക്കുമ്പോൾ പന്നിയും ഹലാലാണ് എന്ന് കാർട്ടൂൺ വരയ്ക്കുകയും ആ കാർട്ടൂൺ കാരണം CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ MLA സ്ഥാനം കോടതി നിഷ്ഫലമാക്കുകയും
അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി, വഖഫ് ആൻഡ് ഹജ്ജ് മന്ത്രി സ്ഥാനം രാജിവെക്കുകയും പകരമാണ് UAB മന്ത്രിയായതൊക്കെ. അതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയ സംഭവമാണ്, അതിലേക്ക് ഞാൻ പോവല്ല. ഞാൻ പറയുന്നത് ഏതായാലും ഈ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ സയ്യിദ് എന്ന് പോലും മറ്റേ കക്ഷി വിളിക്കാറുണ്ടായിരുന്നില്ല. സെയ്ദുമ്മർ എന്നാണ് വിളിക്കുക, സെയ്ദുമ്മർ. പിന്നെ അവസാനം അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ആ പാർട്ടിയിൽ ലയിച്ചപ്പോഴാണ് ഇത് സെയ്ദല്ലല്ലോ, ഇത് സയ്യിദാണല്ലോ എന്നവർക്ക് തോന്നിയത്. രാഷ്ട്രീയം എങ്ങനെയാണ്? ഇപ്പം നട്ടുച്ച എന്ന് പറയും അവർ, ചിലപ്പോൾ നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിര എന്ന് പറയും. എന്ത് പറഞ്ഞാലും സമീന വാത്തായന, അപ്പോൾ അസൈന എന്ന് പറയാൻ പാടില്ല. സമീന വാത്തായന. അസൈന എന്ന് പറഞ്ഞാൽ അരിവാളാവും, സംഖ്യയാവും, പലരുമാവും. സമീന വാത്തായന എന്ന് പറഞ്ഞാൽ മൗലാനയാവും, ആനമങ്ങാടാവും, പലരുമാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, വിവാദം നമ്മൾ ഉദ്ദേശിച്ചല്ല. ഞാൻ പറഞ്ഞു വന്നത് 1960 ഡിസംബർ 24 സമസ്ത കേരള ജമിയത്തുൽ ഉലമ അനിവാര്യവും അടിയന്തരവുമായി പരിഗണിക്കേണ്ട ഒരു വിഷയം, അത് ആ ആവശ്യം ഉന്നയിച്ചിട്ട് അത് 1980 EK നായനാർ മുഖ്യമന്ത്രിയാകുന്നത് വരെയും പരിഗണിച്ചില്ല. EK നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായി. അപ്പോൾ അദ്ദേഹം സുന്നിയാണ്, ഈ മദലീഗായി എന്തായാലും സുന്നിയാണ്, അൽഹംദുലില്ലാ. ആ വഖഫ് ബോർഡിൽ ഒരു അംഗമായി സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന EK അബൂബക്കർ മുസ്ലിയാരെ നോമിനേറ്റ് ചെയ്തു. പിറ്റേന്ന് ഇറങ്ങിയ ചന്ദ്രിക പത്രം ഒരു ചെറിയ ന്യൂസ്, വഖഫ് ബോർഡ് ചെയർമാനായി സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളിൽ എന്നിങ്ങനെ എഴുതിയിട്ട് പറയാണ്, മുസ്ലിം ലീഗ് വിരോധിയായ ഒരു മുസ്ലിയാരും വഖഫ് ബോർഡിലുണ്ട്. മെമ്പറാന്ന് വരെ എഴുതിയില്ല, EK അബൂബക്കർ മുസ്ലിയാരെന്ന് എഴുതിയില്ല, സമസ്തൻ്റെ സെക്രട്ടറി എന്ന് എഴുതിയില്ല. എഴുതിയത് മുസ്ലിം ലീഗ് വിരോധിയായ ഒരു മുസ്ലിയാരും വഖഫ് ബോർഡിലുണ്ട്. പക്ഷെ ഒരു വർഷമായപ്പോഴേക്ക് അന്ന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായി. EK നായനാർ രാജിവെച്ചു. ഉടനെ UDF അധികാരത്തിൽ വന്നു. സ്വാഭാവികമായും CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കീഴിൽ വന്നു വഖഫ് ബോർഡ്. അദ്ദേഹം വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു. ഒരു വർഷം പൂർത്തിയാവുന്നതിന് മുമ്പെന്ന് പറയാം. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ ചെയർമാനും EK അബൂബക്കർ മുസ്ലിയാർ മെമ്പറുമായ വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടു CH മുഹമ്മദ് കോയ. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ അതിനെതിരെ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി യുദ്ധകാലാടിസ്ഥാനം എന്ന് പറയുന്ന മാതിരി പെട്ടെന്ന് ആ കേസ് പരിഗണിക്കുകയും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇത്തരം ബോർഡുകൾ പിരിച്ചുവിടാൻ അധികാരമില്ല എന്ന് വിധി പ്രഖ്യാപിക്കുകയും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ വീണ്ടും തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം ഇവരുടെ UTF ഗവൺമെന്റിന്റെ കീഴിൽ ഈ വഖഫ് ബോർഡ് നിലനിൽക്കേണ്ടി വന്നു. അത് കോടതി ഇടപെട്ടത് കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ശേഷം അവരെ പിന്തുണക്കുന്ന കുറച്ചാളുകളെ ഇടയ്ക്കൊക്കെ വഖഫ് ബോർഡിൽ കൊണ്ടുവന്നു. പറ്റ വഹാബി എന്നുള്ളതിനൊരു ചെറിയ മാറ്റം, അവരെ പിന്തുണക്കുന്ന വാലാട്ടികളായ കുറച്ചാളുകളെ കൊണ്ടെന്നെങ്കിലും EK അബൂബക്കർ മുസ്ലിയാരെ അംഗീകരിക്കുന്ന അക്കാലഘട്ടത്തിൽ EK അബൂബക്കർ മുസ്ലിയാരെ നയിക്കുന്ന AP ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ ആലിമീങ്ങളുള്ള വിഭാഗത്തെ ഒരു സ്ഥാനത്തും കൊണ്ടുവന്നില്ല. അതേ സമയത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് മാറി പിന്നെ വന്നു. നായനാർ തന്നെ 3 തവണ, ഈ 80 മുതൽ വീണ്ടും അദ്ദേഹം 3 തവണ വന്നല്ലോ, അതടക്കം 3 തവണ വന്നു. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി നോക്കിയാൽ ദിവസം കൊണ്ട് EK നായനാരായിരുന്നു. 3 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ 3 തവണയും അതുപോലെ അതിനുശേഷം ഇടതുപക്ഷം വന്നപ്പോഴും ഇത്തരം പരിഗണിക്കേണ്ട വിഷയങ്ങളിലൊക്കെ സുന്നത്ത് ജമാഅത്തിനെ പരിഗണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ സ്ഥാനങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ പ്രവർത്തകന്മാരുണ്ടാവുമ്പോൾ, നമ്മുടെ നേതാക്കന്മാരുണ്ടാവുമ്പോൾ അപ്പോഴേക്ക് ആ ഭരിക്കുന്ന പാർട്ടിയുടെ ചിഹ്നം വെച്ചും കളർ വെച്ചുകൊണ്ടും നമ്മെ ആക്ഷേപിക്കുന്ന ആളുകൾ, അത് വെറും രാഷ്ട്രീയമാണ് അവരുടെ ലക്ഷ്യം. ഹൈറല്ല. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരം പദവികൾ ആവശ്യപ്പെടുന്നതും അത് വളരെ സത്യസന്ധമായും കൃത്യമായും നിർവഹിക്കുന്നതും അത് അള്ളാഹുവിൻ്റെ ഒരു
വിഷയമായതുകൊണ്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും സത്യസന്ധത പുലർത്തൽ അനിവാര്യമായതുകൊണ്ടുമായിരുന്നു എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, സി മുഹമ്മദ് ഫൈസി ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ ആ കാലഘട്ടം, AK അബ്ദുൽ ഹമീദ് സാഹിബ്, അങ്ങനെയൊക്കെ എത്ര ആൾക്കാർ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻമാരായി. ഇപ്പോൾ ഡോക്ടർ ഹുസൈൻ സഖാഫി, ആർക്കെങ്കിലും വല്ല പരാതിയുണ്ടോ? വളരെ സത്യസന്ധമായും മാന്യമായും ആ പദവികളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നു. അത് തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ എവിടെ എത്തിയാലും അള്ളാഹുവിൻ്റെ ഒരു വിധി നമ്മുടെ മേലെയുണ്ട്. അത് നമ്മൾ അവഗണിക്കാൻ പാടില്ല, അത് ഉൾക്കൊള്ളണം. അള്ളാഹു റബ്ബി, ശരിക്ക് തരീഖത്തിൻ്റെ മശായിഖന്മാരെ ഖൽബ് ഈ മന്ത്രം കൊണ്ട് മുഖരിതമാണ്. അള്ളാഹു റബ്ബി, അള്ളയാണ് എൻ്റെ റബ്ബ്, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അവൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാൻ പാടില്ല. ഖബറിൽ ചെന്നാലും അങ്ങനെയല്ലേ? ആദ്യത്തെ ചോദ്യം എന്താണ്? മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ചോദ്യം എന്താണ്? മൻ റബ്ബുക. മറുപടി പറയേണ്ടത് എന്താണ്? അള്ളാഹു റബ്ബീന. നോക്കൂ, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദീനീ പ്രവർത്തകന്മാരെ, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും അള്ളാഹു റബ്ബി, അള്ളാഹ് എൻ്റെ റബ്ബാൻ, വ മുഹമ്മദുൻ നബി, വൽ ഇസ്ലാമു ദീനി, വൽ കഅബത്തു ഖിബലത്തി. ആ ഒരു ചിന്ത, ഒരു വികാരം, ഒരു മന്ത്രമായി നമുക്ക് ഖൽബിലുണ്ടാവുമ്പോൾ അത് മജ്ജയിലും മാംസത്തിലും ലയിക്കും. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അഴിമതി ഉണ്ടാവില്ല, കളങ്കങ്ങൾ ഉണ്ടാവില്ല, കൃത്യത പാലിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മളിവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിഭാഗത്തെ അധികാര ദുസ്വാധീനത്തിലൂടെ അവഗണിച്ചപ്പോൾ നമുക്ക് നഷ്ടം വ്യക്തിപരമായിട്ടല്ല, പൂർവീകർ വഖഫ് ചെയ്ത സ്വത്ത്, പൂർവീകരുടെ നിയ്യത്ത് അതിന് വിരുദ്ധമായി അത് നീങ്ങുമ്പോൾ അത് തടയുക എന്ന ലക്ഷ്യമാണ് നമുക്കുണ്ടായത്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, മുനമ്പം വഖഫ് ഭൂമി, യഥാർത്ഥത്തിൽ ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് എന്ത് വഖഫ്? അള്ളാനെ തന്നെ ശരിക്കും വിശ്വാസമില്ലാത്ത, അവരെ അയ്ബുള്ള അള്ളാഹിനാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ ഒരു മനുഷ്യനായി കാണുന്ന, അതിനേക്കാൾ പറഞ്ഞാൽ ഒരു അവിശ്വാസിയായ ഉമ്മയുടെയും ഉപ്പയുടെയും മകൻ എന്നൊക്കെയാണ് അവർ പറയാറ്. അതൊന്നും ഇപ്പം നമ്മളെ വായോണ്ട് പറയാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ, പുറത്തു വരട്ടെ. അങ്ങനെ അള്ളാഹുവിലും റസൂലിലും അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാത്ത, അതുവഴി ഇസ്ലാമിൽ തന്നെ പരിപൂർണമായി കടന്നു വരാത്ത ഒരു വിഭാഗം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മുനമ്പം പോലെയാവും. മുനമ്പത്ത് നിങ്ങൾ നോക്കുക, ആ സ്ഥാപനം എന്തോ ആവട്ടെ, ആ സ്ഥാപനത്തിനാണല്ലോ, ഫറൂഖിൻ്റെ സ്ഥാപനത്തിനാണല്ലോ, പള്ളിക്കൂടത്തിനാണല്ലോ ആ സ്ഥലം വഖഫ് ചെയ്തത്. വഖഫിൽ ഇവർക്ക് വിശ്വാസമില്ല, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള വികാരം അവർക്കില്ല. അവരത് കുറേ വിറ്റു, കുറേ കയ്യേറുന്നവർക്ക് അവർ കൂട്ടുന്നു. ഇപ്പം എന്തായി? വഖഫ് ബോർഡ് വ്യവസ്ഥാപിതമായ അതിന് നിയമ സംവിധാനം വെച്ചിട്ട് അത് വഖഫാണെങ്കിൽ സംരക്ഷിക്കണ്ടേ? ആ നിലക്ക് അത് സംരക്ഷിക്കാൻ നോക്കുമ്പോൾ കയ്യേറിയ ആൾക്കാരും ഇവർ കാശ് കൊടുത്ത് വിറ്റ് ഭൂമി വാങ്ങിപ്പിച്ച ആൾക്കാരും സമരം ചെയ്യാൻ. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? അതിന് VD സതീശനെ പോലത്തെ ഒരു കുന്തും അറിയാത്ത ആൾക്കാർ ഇടപെട്ടിട്ട് അത് വഖഫ് ഭൂമിയല്ല എന്ന് വഹാബികൾക്ക് അനുസരിച്ച് പറയാം. അതേ സമയത്ത് അതെന്താണ്? രേഖ കൊണ്ട് വഖഫ് ഭൂമിയാണ്. ആ വഖഫ് ഭൂമി എന്തിനാണോ വഖഫ് ചെയ്തത് അതിന് ഉപയോഗപ്പെടുത്തണം. അത് ഈ ഫറൂഖിലെ വഹാബിയക്ക് വേണ്ടെങ്കിൽ അത് വേണ്ടവർക്ക് കൊടുക്കണം. ആ വഖഫിൻ്റെ വാക്കിഫിൻ്റെ നെയ്യത്തനുസരിച്ച് ചെലവാക്കണം. അല്ല സതീശൻ പറഞ്ഞ മാതിരി ആ വഖഫല്ല എന്ന് പറയലല്ല. അതുകൊണ്ട് ആ ഭൂമിക്ക് പിന്നെ എന്ത് നിലക്ക് അവിടെ കുടിയേറി പാർക്കുന്നവർക്കോ കാശ് കൊടുത്ത് വാങ്ങിയവർക്കോ അവർക്ക് ഭൂമി അനുവദിക്കണമെങ്കിൽ വേറെ ഭൂമി അനുവദിക്കണം. അതാര് വാങ്ങിക്കൊടുക്കണം? ഇവർ വാങ്ങിക്കൊടുക്കണം. ഇവരാണ് അതിന് കാശ് വാങ്ങിയത്. അല്ലെങ്കിൽ കയ്യേറിയുമ്പം മിണ്ടാതിരുന്ന ഇവരാണ്. അവർ പരിഹരിക്കണം. അത് സമുദായത്തെ ബാധിക്കുന്ന വിഷയമല്ല, അതൊരു സംഘടനയെ ബാധിക്കുന്ന വിഷയമല്ല. രേഖയുണ്ട് വാക്കിഫിൻ്റേത്, ഇന്ന ആവശ്യത്തിന് വഖഫ് ചെയ്തു, ആ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തണം. അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം വഖഫ് ബോർഡിനുണ്ട്. അപ്പോൾ ഈ പാവങ്ങളാണെങ്കിൽ പാവങ്ങൾ, അല്ലെങ്കിൽ കൊള്ളക്കാരാണെങ്കിൽ കൊള്ളക്കാർ, അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിയവരാണെങ്കിൽ അവർക്ക് പകരം ഭൂമി ഇവർ വാങ്ങിക്കൊടുക്കണം. ഇവർ തന്നെ ഇത് അധികാരം. അപ്പോൾ ഗവൺമെൻറ് ഭൂമി കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ കാശ് അവരോട് വാങ്ങണം. എന്നിട്ട് ഈ ഭൂമി എന്തിനാണ് വഖഫ് ചെയ്ത് അതിന് നീക്കി വെക്കണം. പക്ഷേ എന്നിട്ടില്ല, മതം അറിയാത്ത രാഷ്ട്രീയക്കാരോട് അത് വഖഫല്ല എന്ന് പറയിപ്പിക്കുകയും അങ്ങനെ തന്നെ വന്നാൽ ഇത് വഖഫാണെന്ന് വന്നാൽ ഇവർക്ക് എന്താ വേണ്ടത്? വഖഫല്ല എന്ന് വരണം. അങ്ങനെയാകുമ്പോഴേ മൊഹീദ്ദീൻ പള്ളിക്ക് ഇനി അവകാശവാദം ഉന്നയിക്കാതെ വരുള്ളൂ, പട്ടാള പള്ളിക്ക് അവകാശം ഉന്നയിക്കാതെ വരുള്ളൂ. അതേ സമയത്തുണ്ടല്ലോ
ഈ മുനമ്പം ഭൂമി വഖഫാണ് എന്നുള്ളിടത്ത് ഗവൺമെൻറ്റും എല്ലാ മനുഷ്യരും അതുപോലെ ഈ വഹാബികളും എത്തിപ്പെട്ടാൽ ഒന്നൊന്നായി മയ്യത്തിൻ്റെ തലയിൽ നിന്ന് പേനിറങ്ങണമാതിരി ഇവരെ സകല കോട്ടകൊത്തളങ്ങളും ഇറങ്ങിപ്പോരേണ്ടി വരും. കാരണം വഹാബി ഒക്കെ ഉണ്ടാകുന്നത് 920 ശേഷമാണ്. അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം വഖഫ് ചെയ്ത ഭൂമികൾ എത്രയോ ഇവരെ കയ്യിലുണ്ട്. അതും ഈ മുനമ്പം ഭൂമി വിട്ടുകൊടുക്കുന്നത് പോലെ വഖഫിൻ്റെ വാക്കിഫിൻ്റെ നിയ്യത്തനുസരിച്ച് വിട്ടുകൊടുക്കുന്നത് പോലെ അതും വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് ന്യായം. പോയിട്ട് ഞാനൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഖൈറായ ഉദ്ദേശം വെച്ചുകൊണ്ട് 960 മുതൽ ആവശ്യപ്പെട്ട ഒരു സംഗതി 80-ൽ പരിഗണിക്കുന്നു. അതുവരെ ഇത് പരിഗണിച്ചില്ല. ആ നീണ്ട കാലത്തിൻ്റെ ഇടക്ക് അനവധി സ്വത്തുക്കളും സ്ഥാപനങ്ങൾക്കും നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെയാണ് മഹാനായ എ പി ഉസ്താദ് പള്ളികൾ നഷ്ടപ്പെട്ടയിടത്ത് അവിടുത്തെ ജനങ്ങളുടെ നിസ്കാരം ശരിക്ക് നിലനിർത്തുന്നതിന് വേണ്ടി പകരം പള്ളി ഉണ്ടാക്കിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ അതൊക്കെ അവിടേക്ക് എത്തുമ്പോൾ വിശദീകരിക്കാം. അതല്ലെങ്കിൽ 89-ൻ്റെ ശേഷം സമസ്തയുടെ ചരിത്രം, 80 മുതൽ സമസ്തയുടെ ചരിത്രം കേൾക്കുമ്പോഴാണ് ഇതിലുള്ള സകല പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഖൈറായ വാക്കുകൾ പറയാം. അതാണ് ഖൈറുൽ കലാം കലാമുല്ലാഹ് എന്നത്. നല്ല വർത്താനം പടച്ചോന്റെ വർത്താനാണ്. ആ നിലക്ക് സംസാരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.